നമസ്കാരം. ഇന്നിതുവരെ ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോനാസറിയും ചേരുന്നു. കാസർഗോഡ് ഇരഞ്ഞിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഒരു കുട്ടി കൂടി മരിച്ചു. ഇതോടെ അപകടത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണം 2 കാണാതായ മൂന്നാമത്തെ കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, 2 കുട്ടികളുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. സംഭവമുണ്ടായത് എങ്ങനെയാണ്? മൂന്നാമത്തെ കുട്ടിക്കായുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. കാസർഗോഡ് എരഞ്ഞിപ്പുഴയാണ് ഈ സ്ഥലം. എരഞ്ഞിപ്പുഴ തന്നെയാണ് ഈ പുഴയുടെ പേരും. ഇത് ബോവിക്കാട്ട് നിന്ന് ബന്തെടുക്കയിലേക്ക് പോകുന്ന ഒരു റോഡാണ്. ആ റോഡിലെ പാലത്തിന് താഴെയാണ് ഈ കുട്ടികൾ മാതാവിനൊപ്പം, റിയാസിന്റെ മാതാവിനൊപ്പം കുളിക്കാൻ ഇറങ്ങുന്നത്. ആ സമയമാണ് ഉച്ചയ്ക്ക് 2:30 സമയം. ആ സമയമാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. മരിച്ചത് എരഞ്ഞിപ്പുഴ സ്വദേശി അഷറഫിന്റെ മകൻ യാസിനും 13 വയസ്സാണ്. എരഞ്ഞിപ്പുഴ സ്വദേശി സിദ്ദിഖിന്റെ മകൻ റിയാസുമാണ്. റിയാസിന്റെ മാതാവും ഈ കുട്ടികൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നതിനിടയിൽ 3 പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇതിൽ 2 പേർക്ക് നീന്താൻ അറിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. എരഞ്ഞിപ്പുഴയിൽ അടിയൊഴുക്ക് കൂടുതലാണ്. ഒപ്പം ചളി നിറഞ്ഞ് ഈ ഉൾക്കാഴ്ച, നദിക്കടിയിലെ കാഴ്ച പരിമിതിയുമുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ സ്കൂബ ടീമും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ സംയുക്തമായി തെരച്ചിൽ നടത്തുകയാണ്. 2 പേരുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. റിയാസ് 17 വയസ്സ്, യാസിൻ 13 വയസ്സ് എന്നിവരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എരഞ്ഞിപ്പുഴ സ്വദേശി മജീദിന്റെ മകൻ സമദിനായി 13 വയസ്സാണ്. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കുട്ടിയെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ രക്ഷപ്പെട്ട കുട്ടിയുടെ അമ്മയെ ഈ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് വലിയ പരിക്കില്ല എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, ജില്ലാ കളക്ടർക്ക് ഇമ്പശേഖർ, ഉദുമ MLA CH കുഞ്ഞമ്പു എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ, നദിയിലകപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നദിയിലെ അടിയൊഴുക്കും അതുപോലെ തന്നെ ഉൾക്കാഴ്ച ഇല്ലായ്മയുമാണ് ഇപ്പോൾ ഈ തെരച്ചിലിനെ പ്രതിസന്ധിയായി നിൽക്കുന്നത്. സമയം വൈകുകയാണ്. ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. കാഴ്ച പരിമിതിയുമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം തെരച്ചിൽ പൂർണ്ണമാക്കുക, ഈ കുട്ടിയെ കണ്ടെത്തുക എന്നൊരു ലക്ഷ്യമാണ് പ്രധാനമായും ഫയർഫോഴ്സും പോലീസും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ തുടരുന്നത്. പ്രവിത, ഈ കുട്ടികൾ സ്ഥിരമായി എത്താറുള്ള സ്ഥലമായിരുന്നോ ഇത്? അങ്ങനെയെങ്കിൽ ഈ പുഴയെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് നന്നായി അറിയുന്നതല്ലേ? എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം പുഴയിൽ നിറഞ്ഞിരിക്കാനുള്ള സാധ്യതയില്ല. എന്നിട്ടും ഈ അപകടമുണ്ടായത് എങ്ങനെയാണ്? പ്രവിത, ഈ പുഴയെക്കുറിച്ച് നല്ല ധാരണയുള്ള കുട്ടികളാണ് ഇവർ. ഇവിടെ കുളിക്കാനും മറ്റുമായി വരുന്ന കുട്ടികളാണ്. ഇവരുടെ അമ്മയോടൊപ്പമാണ് ഇവിടെ വന്നത്. ഉച്ചയ്ക്ക് 2:30. ഈ പുഴ എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഈ ആഴക്കൂടുതലുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ ചെളി നല്ല രീതിയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഒപ്പം നമുക്ക് വിസിബിലിറ്റി കുറവുണ്ട്. ഈ പുഴയ്ക്ക് അടിയിലേക്കുള്ള വിസിബിലിറ്റി കുറവുമുണ്ട്. അവർ എപ്പോഴും വരുന്ന ഒരു പുഴയാണ്. എപ്പോഴും ഈ പുഴയെ ആശ്രയിച്ച് അവർ കുളിക്കുന്നതിനും മറ്റുമായി ഇതിന് വെള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത്. ഇന്നിപ്പോൾ എങ്ങനെയാണ് ഈ അപകടം പറ്റിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. 3 കുട്ടികൾ ഈ പുഴയിൽ കളിക്കുന്നതിനിടയിൽ 3 പേരും ഒരുമിച്ച് ഒഴുകിപ്പോകുന്നതാണ് മാതാവ് കണ്ടതെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം മാതാവ് ബഹളം വെച്ചതോടുകൂടി സമീപത്തെ കെട്ടിടം പണിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. അപ്പോഴേക്കും മാതാവും നിരയിലാ കയത്തിലേക്ക് അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ അവരും ഒഴുക്കിൽപ്പെട്ടു. പക്ഷേ അവരെ ഉടൻ തന്നെ ഈ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. അതിനുശേഷം കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ റിയാസിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് റിയാസിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. 2 മണിക്കൂർ നേരം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് യാസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 150 മീറ്ററോളം അകലെയുള്ള ഭാഗത്തു നിന്നാണ് ഈ യാസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ഒക്കെ തെരച്ചിൽ തുടരുന്നത്. സമതും അവിടെ തന്നെ ഉണ്ടാവും, അവിടെ അകപ്പെട്ടിട്ടുണ്ടാവും, കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരുള്ളത്. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മന്ത്രിയും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രവിത, സങ്കടകരമായ വാർത്തയാണ് കാസർഗോഡ് നിന്ന് വരുന്നത്. എരഞ്ഞിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഒരു കുട്ടി കൂടി മരിച്ചു. 2 കുട്ടികളാണ് മരിച്ചത്. കാണാതായ മൂന്നാമത്തെ കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ്. ഈ കുട്ടികളുടെ അമ്മയും ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ 3 കുട്ടികളും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇത് കണ്ട അമ്മയും വെള്ളത്തിലേക്ക് ചാടിയെങ്കിലും അമ്മയെ രക്ഷപ്പെടുത്തി. പക്ഷേ കുട്ടികളെ രക്ഷപ്പെടുത്താനായില്ല. ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മറ്റൊരു സമാനമായ വാർത്ത വരുന്നുണ്ട്. അത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ വള്ളിത്തോട് ചരൽ പുഴയിൽ 2 പേർ മുങ്ങി മരിച്ചു. കണ്ണൂർ വാരം സ്വദേശികളായ ആൽവിൻ, വിൻസെന്റ് എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുകയാണ്. അരുൺ, അപകടമുണ്ടായത് എങ്ങനെയാണ്?
പ്രവിധ ഉച്ചക്ക് 3 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. കണ്ണൂർ വള്ളിത്തോട് ചരൽ പുഴയിലാണ്. കുളിക്കാൻ ഇറങ്ങിയതാണ് ഈ വിൻസെന്റും അതോടൊപ്പം തന്നെ ആൽവിനും. ഇവർ രണ്ടുപേരും കണ്ണൂർ വാരം സ്വദേശികളാണ്. ഈ വിൻസെന്റിന്റെ ബന്ധുവീട് ഇവിടെ ഈ ചരൽ പ്രദേശത്ത് ഉണ്ട്. വിൻസെന്റിനൊപ്പം വന്നതാണ് ഈ ആൽവിൻ, 9 വയസ്സുള്ള ആൽവിൻ. ഇവർ രണ്ടുപേരും ഇവിടെ ഇരുട്ടിൽ ഈ വള്ളിത്തോടുള്ള ഇവരുടെ ഒരു അയൽവാസിക്കൊപ്പമാണ് ഈ പുഴയിലേക്ക് കുളിക്കാൻ ഇറങ്ങിയത്. അതിനിടെ ആൽവിൻ അവിടെ ഒരു ആഴത്തിൽ അകപ്പെടുകയാണ് ചെയ്തത്. അവിടെ ഒരു ചുഴി ഉണ്ടായിരുന്നു, പുഴയിൽ തന്നെ ഒരു ചുഴി ഉണ്ടായിരുന്നു, അതിൽ അകപ്പെട്ടു. ഈ ആൽവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിൻസെന്റ് ഇറങ്ങിയത്. അങ്ങനെ വിൻസെന്റും ഈ ആഴത്തിലേക്ക് അകപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന ആൾ മറ്റ് നാട്ടുകാരെയൊക്കെ വിളിച്ച് വരുത്തി അവർ തെരച്ചിൽ നടത്തുമ്പോഴേക്കും ഇവർ രണ്ടുപേരും മരിച്ചിരുന്നു. ഇവർ രണ്ടുപേരുടെയും മൃതദേഹമാണ് കണ്ടെത്താൻ സാധിച്ചത്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. തുടർ നടപടികൾക്കായി ഈ മൃതദേഹം ഇപ്പോൾ ഇരിട്ടിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി. കണ്ണൂർ വള്ളിത്തോടാണ് ചരൽപ്പുഴയിൽ 2 പേർ മുങ്ങി മരിച്ചത്. കൊച്ചിയിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പാപ്പാഞ്ഞി കത്തിക്കൽ ഇത്തവണ ഇല്ല. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നാണ് പരിപാടികൾ റദ്ദാക്കിയത്. വിവരങ്ങളുമായി ശ്യാം കുമാർ ചേരുന്നുണ്ട്. ശ്യാം, 2 പാപ്പാഞ്ഞിമാരെ ഒരുമിച്ച് കത്തിക്കാനായിരുന്നു ഇത്തവണത്തെ പദ്ധതി. അപ്പോൾ ആ ആഘോഷങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം, അല്ലേ? പ്രവിധ, അങ്ങനെയല്ല. കൊച്ചിയിലെ കാർണിവൽ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന പരിപാടികളാണ് പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നത്. അതായത് കൊച്ചി ഫോർട്ട് കൊച്ചി ഗ്രൗണ്ടിൽ നടക്കുന്ന പാപ്പാഞ്ഞി കത്തിക്കൽ ഉൾപ്പെടെ കാർണിവൽ റാലി ഉൾപ്പെടെയുള്ള പരിപാടികൾ റദ്ദാക്കിയതായിട്ടാണ് ഫോർട്ട് കൊച്ചി ഡെപ്യൂട്ടി കളക്ടർ മീര ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. അത് കാർണിവൽ കമ്മിറ്റിയുടെ തീരുമാനമായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പരിപാടികൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ പരിപാടി വെളി ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അതൊരു കമ്മിറ്റി നടത്തുന്ന, ഒരു പ്രാദേശിക കൂട്ടായ്മ നടത്തുന്ന പരിപാടിയാണ്. ആ പരിപാടി നടക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും കൊച്ചിയുടെ ഏറ്റവും വലിയ ആകർഷണീയതയായിരുന്നു കൊച്ചിയിൽ നടക്കുന്ന പുതുവർഷാഘോഷവും അതിന് അവസാനം കുറിച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേറ്റ് പാപ്പാഞ്ഞി കത്തിക്കലും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നത്. ആ പരിപാടിയാണ് ഇപ്പോൾ കാർണിവൽ കമ്മിറ്റി റദ്ദാക്കിയിരിക്കുന്നത്. അപ്പോൾ വെളി ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരിപാടി ഉണ്ടാകുമെന്നാണോ? നിലവിൽ ആ പരിപാടിക്ക് മാറ്റമൊന്നും ഉള്ളതായിട്ട് അറിയിച്ചിട്ടില്ല. ഏതായാലും ഔദ്യോഗിക കമ്മിറ്റി നടത്തുന്ന, അതായത് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടുകൂടി കാർണിവൽ കമ്മിറ്റി നടത്തുന്ന പരിപാടി റദ്ദാക്കിയതായിട്ടാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. ശരി. കൊച്ചിയിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി കാർണിവൽ കമ്മിറ്റിയുടെ പാപ്പാഞ്ഞി കത്തിക്കൽ ഇത്തവണ ഇല്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നാണ് പരിപാടികൾ റദ്ദാക്കിയത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം നിഗംബോധ് ഘട്ടിൽ സംസ്കരിച്ചതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച രാഹുൽ ഗാന്ധി സംസ്കാരത്തിനും സ്മാരകത്തിനുമായി കേന്ദ്ര സർക്കാർ പ്രത്യേക സ്ഥലം അനുവദിക്കണമായിരുന്നു. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. നിതിൻ, മുൻ പ്രധാനമന്ത്രിമാർക്കെല്ലാം അന്ത്യകർമ്മങ്ങൾക്കായി പ്രത്യേകം സ്ഥലം അനുവദിച്ചിരുന്നു. ഇതുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? പ്രവിധ, നിഗംബോധ് ഗഡിലെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമാണ് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ ആദരവ് അർഹിക്കുന്നു, സംസ്കാരത്തിനും സ്മാരകത്തിനുമായി പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ ഇത് തള്ളിക്കൊണ്ടാണ് നിഗംബോധ് ഗഡിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്തായാലും മുൻ പ്രധാനമന്ത്രിമാർക്കെല്ലാം അന്ത്യകർമ്മങ്ങൾക്കായി പ്രത്യേക സ്ഥലം അനുവദിച്ചിരുന്നുവെന്നും അത്തരമൊരു ആദരവ് മൻമോഹൻ സിംഗിനെ നൽകണമെന്നായിരുന്നു അദ്ദേഹം ഇപ്പോൾ ട്വിറ്ററിലൂടെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, രാജ്ഘട്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന രാഷ്ട്രീയ സമാധി സ്ഥല സമീപത്തായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. ഇത് തള്ളിക്കൊണ്ടാണ് നിഗംബോധ് ഗഡിൽ പ്രത്യേക സംസ്കാര ചടങ്ങ് നടന്നത്. അതിനെതിരെയുള്ള ഒരു അമർഷമാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ KC വേണുഗോപാലും സമാനമായ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഒരു അർഹിക്കുന്ന യാത്രയയപ്പ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയില്ല എന്ന വിമർശനമാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. അതെ, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം നിഗംബോധ് ഘട്ടിൽ സംസ്കരിച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നത്. സംസ്കാരത്തിനും സ്മാരകത്തിനുമായി കേന്ദ്ര സർക്കാർ പ്രത്യേക സ്ഥലം അനുവദിക്കണമായിരുന്നു. മുൻ പ്രധാനമന്ത്രിമാർക്കെല്ലാം അന്ത്യകർമ്മങ്ങൾക്കായി പ്രത്യേക സ്ഥലം അനുവദിച്ചിരുന്നുവെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ അന്വേഷണം വേണമെന്ന് CPIM. ബത്തേരി അർബൻ ബാങ്കിലെ നിയമനങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടന്നതായി പരാതിയുണ്ട്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് കോൺഗ്രസ് നേതാക്കൾ മാറ്റിയതായി സംശയമുണ്ടെന്നും CPIM ബത്തേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി R. ജയപ്രകാശ് പറഞ്ഞു. യഥാർത്ഥത്തിൽ NM വിജയൻ എന്ന് പറയുന്നത് ഒരു രക്തസാക്ഷിയാണ്. കാരണം സുൽത്താൻ ബത്തേരിയിലെ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയിൽ ഒരു രക്തസാക്ഷിയായിട്ടാണ് യഥാർത്ഥത്തിൽ NM വിജയൻ ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. വിജയനെ പോലെയുള്ള ഒരു വ്യക്തി ആത്മഹത്യപ്പെടുമ്പോൾ എന്തായാലും അതിൻ്റെ കാരണം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകും. അപ്പോൾ അദ്ദേഹം ഒരു കത്ത് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരണം. അത് എവിടെ പോയി എന്നുള്ളത് പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച് വലിയ ദുരൂഹതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കണം. ഇതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ഏതന്വേഷണവും നടക്കട്ടെ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KPCCക്ക് പരാതി നൽകിയതായി അറിയില്ല. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കില്ല എന്നും VD സതീശൻ പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും അല്ല, എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാമല്ലോ. അതിനെന്താ തീർച്ചയായിട്ടും അദ്ദേഹം മുമ്പ് പരാതി നൽകിയ അതെനിക്ക് അറിയില്ല, അതെനിക്കറിയില്ല. അതറിയില്ല. എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാം. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും ഞങ്ങളങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തൂല. ആരെങ്കിലും അതിൻ്റെ പുറകിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വന്നോട്ടെ കേട്ടോ, ഒരു കുഴപ്പമില്ല. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇത്തരമൊരു സംശയത്തിന്റെ അടിസ്ഥാനം എങ്ങനെയാണ്? പ്രവിധ വിഷം കഴിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന NM വിജയനും മകൻ ജിജേഷും കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇതിൽ ദുരൂഹത ആരോപിക്കുകയാണ് CPIM പറയുന്നത് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമന തട്ടിപ്പിലെ രക്തസാക്ഷിയാണ് NM വിജയൻ എന്നാണ്. കോടിക്കണക്കിന് കോഴ വെട്ടിപ്പ്, അത്തരത്തിൽ പണമിടപാടുകൾ, സാമ്പത്തിക തിരിമറികളൊക്കെ നടന്നിട്ടുള്ളതാണ്. അത്തരത്തിൽ പരാതികൾ ഉയർന്നതാണ്. ഇത്തരം കോഴകളുടെ തട്ടിപ്പുകളുടെ ഒക്കെ ബലിയാടായി മാറുകയായിരുന്നു NM വിജയൻ. അതാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നും CPIM സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം, ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം NM വിജയൻ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആത്മഹത്യാ ശ്രമം അറിഞ്ഞ് ഈ വീട്ടിലേക്ക് ആദ്യം എത്തുന്നത് ചില കോൺഗ്രസ് നേതാക്കളാണ്. ഈ കോൺഗ്രസ് നേതാക്കൾ ഈ ആത്മഹത്യാ കുറിപ്പ് ഒളിപ്പിച്ചോ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റിയോ എന്ന സംശയം അടക്കം നിലവിൽ CPIM ആരോപിക്കുന്നുണ്ട്. ഏതായാലും സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പരാതി ഉന്നയിച്ചിരുന്നോ? നിലവിൽ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചതായി നമുക്കറിവില്ല പ്രവിധ. പക്ഷേ നിലവിൽ CPM ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ തന്നെ ഈ രീതിയിലുള്ള ഈ കോഴത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട പലതരം ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണ്. അതിൽ മുൻപ് പരാതികൾ ഉയർന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് NM വിജയനെ തള്ളിവിട്ടത് അത്തരത്തിൽ ആ സമയത്ത് നടന്ന ചില സാമ്പത്തിക തിരിമറികളാണ്. അതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ NM വിജയൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് വഴുതിപ്പോയത് തുടങ്ങിയ ആരോപണങ്ങളാണ് CPIM നിലവിൽ ആരോപിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട NM വിജയൻ തന്നെ KPCC നേതൃത്വത്തിന് ഒരു പരാതി നൽകി എന്നൊരു കാര്യം കൂടി, അത്തരത്തിലുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളെ കുറിച്ച് തനിക്കറിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കിയത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കൽപ്പറ്റയിലെ DCC ഓഫീസിൽ പൊതുദർശനം പൂർത്തിയാക്കി സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം മണിച്ചിറയിലെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിലവിൽ ഉയരുന്ന ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. വയനാട് DCC ട്രഷററിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിരുന്നുവെന്നുള്ള ആക്ഷേപം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഏത് അന്വേഷണവും നടക്കട്ടെ എന്നാണ് അതേസമയം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അപ്പീൽ നൽകാനുള്ള CPIM തീരുമാനം കോടതി വിധിയെ വെല്ലുവിളിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭീകര സംഘടനയേക്കാൾ മോശമാണ് CPIM. നീതി കിട്ടാൻ കുടുംബത്തിനൊപ്പം ഏതറ്റം വരെയും പോകുമെന്നും VD സതീശൻ പറഞ്ഞു. 2 ചെറുപ്പക്കാരെ ക്രൂരമായി ഗൂഢാലോചന നടത്തി കൊല ചെയ്ത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ മുഴുവൻ നേതൃത്വം കൊടുത്ത ഈ പാർട്ടിയാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നോർത്ത് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി. 10 പ്രതികളെ കുറ്റക്കാരില്ലെന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആ കുടുംബവുമായി ആലോചിച്ച് അതിനെതിരായി അപ്പീൽ പോകും. ഇത് കുടുംബവും പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ
പോരാട്ടത്തിൻ്റെ വിജയമായി ഞങ്ങൾ കാണുന്നു. ധാർമ്മികതയുടെ വിജയം കൂടിയാണ് ഈ വിജയം. എരഞ്ഞിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 കുട്ടികളുടെയും മൃതദേഹം കണ്ടെടുത്തു. റിയാസ്, യാസിൻ, സമദ് എന്നിവരാണ് മരിച്ചത്. അരുൺ പാറയ്ക്കൽ ചേർന്നു. അരുൺ, മൂന്നാമത്തെ കുട്ടിയും മരിച്ചു. പ്രവിധ, ദൗർഭാഗ്യകരമായ കാര്യമാണ്, സങ്കടകരമായ വിവരമാണ് പുറത്തു വരുന്നത്. 3 കുട്ടികളുടെയും മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. എരഞ്ഞിപ്പുഴ സ്വദേശി അഷറഫിന്റെ മകൻ യാസിൻ, മജീദിന്റെ മകൻ സമദ്, എരഞ്ഞിപ്പുഴ സ്വദേശി സിദ്ദിഖിന്റെ മകൻ റിയാസ് എന്നിവരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. 2:30-ക്കാണ് ഈ കുട്ടികൾ അപകടത്തിൽപ്പെട്ടത്. റിയാസിന്റെ അമ്മയ്ക്കൊപ്പം കുട്ടികൾ കുളിക്കുന്നതിന് വേണ്ടി പുഴയിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം കുട്ടികൾ കളിക്കുന്നതിനിടയിൽ 3 ഒരുമിച്ച് ഒഴുക്കിൽപ്പെട്ടു. ഈ സമയം തന്നെ മാതാവ് നിലവിളിച്ചു കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ കുട്ടിയുടെ അമ്മയും നിലയില്ലാ കയത്തിലേക്ക് പോയി. അതിനിടയിൽ സമീപത്തെ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് ഇവരെ, ഈ അമ്മയെയും റിയാസിനെയും ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയത്. അമ്മയെ വീട്ടിലേക്ക് മാറ്റി റിയാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് റിയാസിന്റെ മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് 2 മണിക്കൂറിന് ശേഷം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു 150 മീറ്ററോളം അകലെ നിന്ന് യാസിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ അല്പസമയം മുൻപാണ് സമദിന്റെ മൃതദേഹം കൂടി കണ്ടെത്തിയത്. കുട്ടി രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തിനോ പിടിച്ചു നിന്ന ഒരു അവസ്ഥയിലാണ് ഈ മൃതദേഹം ഉണ്ടായിരുന്നെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറും മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ഇത്തരത്തിൽ സംസ്ഥാനത്ത് അപകട മരണം കൂടുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായ ഒരു സുരക്ഷ ഇതിനുവേണ്ടി ഏർപ്പെടുത്തുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം കാസർഗോഡ് ജില്ലയിൽ ഇതിനു വേണ്ടിയുള്ള, അതായത് ഈ മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുമെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യകരമായ കാര്യം 3 കുട്ടികളുടെയും മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് പ്രവിധ. അരുൺ, മുൻപും ഇവിടെ അപകടമുണ്ടായിട്ടുള്ള മേഖലയാണോ? പ്രവിധ, മുൻപ് ഇവിടെ അപകടങ്ങളൊന്നും തന്നെ, ഇത്തരത്തിൽ മുങ്ങിമരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 35 വർഷം മുൻപ് ഒരു തോണി അപകടം ഈ പ്രദേശത്ത് ഉണ്ടായി. അന്ന് 2-ലധികം ആളുകൾ മരിച്ചു എന്ന് ഈ പ്രദേശവാസികൾ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്നു. അല്ലാതെ മറ്റ് അപകടങ്ങളൊന്നും തന്നെ, അതായത് ഇത്തരത്തിലുള്ള മുങ്ങിമരണങ്ങളോ, ഇതൊരു വിനോദസഞ്ചാര മേഖലയൊന്നുമല്ല. ഈ പ്രദേശവാസികളെ തന്നെയാണ് ഈ പുഴയെ ആശ്രയിക്കുന്നത്. അതും ഈ എരഞ്ഞിപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ബോബിക്കാൻ നിന്ന് ബന്ദടുക്കയിലേക്ക് പോകുന്ന ഒരു റോഡാണ്. ആ റോഡിലാണ് ഈ എരഞ്ഞിപ്പുഴ എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ തന്നെ പാലവും ഒക്കെ ഉള്ളത്. ആ പാലത്തിന്റെ തൊട്ട് സമീപത്താണ് ഇവർ ഈ 3 കുട്ടികളും അതുപോലെ തന്നെ ഈ അമ്മയോടൊപ്പം കുളിക്കുന്നതിനായി എത്തിയത്. അവിടെ നിന്ന് ഈ പുഴയിൽ കളിക്കുന്നതിനിടയിൽ കുട്ടികൾ 3 ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇവിടെ ഈ അടിയൊഴുക്കും അതുപോലെ തന്നെ വിസിബിലിറ്റി കുറവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ചെളിയും നല്ല രീതിയിൽ പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നല്ല ആഴമുള്ള സ്ഥലമാണ്. അതൊക്കെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു പ്രാഥമിക അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികൾ അപകടത്തിൽപ്പെട്ടത് എന്ന് സംബന്ധിച്ച്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ, അതായത് വിനോദസഞ്ചാര മേഖലയോ അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ നടക്കാനിടയുള്ള ഒരു സ്ഥലമോ ഒന്നും തന്നെയല്ല. പക്ഷെ നാട്ടുകാർ തന്നെയാണ് പുഴയെ ആശ്രയിക്കുന്നത്. മുന്നറിയിപ്പ് ബോർഡുകൾ സമീപത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇവിടേക്ക് കുളിക്കുന്നതിനൊക്കെ എത്തുന്നു. ഈ പുഴയെ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാവുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവിധ. ശരി അരുൺ, എന്തായാലും സങ്കടകരമായ വാർത്തയാണ് കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. എരഞ്ഞിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 കുട്ടികളും മരിച്ചു. 3 പേരുടെയും മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. റിയാസ്, യാസിൻ, സമദ് എന്നിവരാണ് മരിച്ചത്. മഴക്കാലമല്ല എന്നിട്ട് പോലും ഇത്തരത്തിൽ ജലാശയങ്ങളിൽ മുങ്ങി മരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ മുങ്ങിയ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജലാശയങ്ങളിൽ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക എന്നതാണ് പറയാനുള്ളത്. മറ്റൊരു വാർത്ത, ആം ആദ്മി സർക്കാരിന്റെ മഹിളാ സമ്മാൻ യോജന പദ്ധതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വൈഭവ് സക്സേന അന്വേഷണം നടത്താൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് നൽകിയ പരാതിയിലാണ് നടപടി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് സന്ദീപ് ദീക്ഷിത്തിന്റെ പരാതി? കൂടുതൽ വിവരങ്ങൾ. ഇതിലേക്ക് ഉടൻ തന്നെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ആം ആദ്മി സർക്കാരിന്റെ മഹിളാ സമ്മാൻ യോജന പദ്ധതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വൈഭവ് സക്സേന അന്വേഷണം നടത്താൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, വിവരങ്ങൾ.
പ്രവിധ ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതുവഴി തെരഞ്ഞെടുപ്പിലേക്ക് തുടർഭരണം തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന എന്ന പദ്ധതി വഴി പ്രതിമാസം 2100 രൂപ ഡൽഹിയിലെ മഹിളകൾക്ക് നൽകുന്ന ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടത്തിയത്. അതിനുശേഷം വനിതകളുടെ അടക്കം രജിസ്ട്രേഷൻ നടപടികളുടെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ നടപടിക്കെതിരെയാണ് പിന്നീട് ഡൽഹിയിൽ ശിശുക്ഷേമ വകുപ്പ് രംഗത്ത് വന്നിരുന്നു. ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ രജിസ്ട്രേഷൻ നടത്തി വിവരങ്ങൾ ശേഖരിക്കുന്നു എന്ന ഒരു വിവരമാണ് അല്ലെങ്കിൽ അത്തരമൊരു നിലപാടാണ് ഡൽഹി ശിശുക്ഷേമ വകുപ്പ് സ്വീകരിച്ചത്. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹി ചീഫ് സെക്രട്ടറിയോടാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ചീഫ് സെക്രട്ടറിയുടെ ഈ ഒരു അന്വേഷണവും റിപ്പോർട്ടും ഈ ഒരു പദ്ധതിയുടെ തുടർ നീക്കം സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ പോരിലേക്കാണ് ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും തുറന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ്. അതേസമയം തന്നെ ഇതിനുശേഷം ഈ ഒരു സന്ദീപ് ദീക്ഷിതിന്റെ പരാതി തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം വന്നിരുന്നു. അതിൽ BJPക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ജനങ്ങളുടെ ഒരു ജനജീവിതം മെച്ചപ്പെടുന്ന നിലയിലേക്ക് പോകുന്ന പദ്ധതികൾക്കെതിരെയാണ് BJPയുടെ നിലപാടെന്ന വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രവിധ നിതിനമ്പജനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇന്നിതുവരെ പൂർണ്ണമാകുന്നു. ഇനി 100 വാർത്തകളുമായി കീർത്തന കേശവൻ പ്രേക്ഷകർക്കൊപ്പം ചേരും. നമസ്കാരം.